പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഗ്ലോക്കോമ എന്ന് കേട്ടിട്ടുണ്ടോ? കണ്ണിൻ്റെ ഉള്ളിലെ മർദ്ദം കൂടി കാഴ്ച പോകുന്ന ഒരവസ്ഥയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്ന അസുഖം. ഇന്ന് നമുക്ക് ഗ്ലോക്കോമയെ പറ്റി സംസാരിക്കാം. ഞാൻ ഡോക്ടർ ഗോപാൽ എസ് പിള്ളൈ, അമൃത ഹോസ്പിറ്റൽ കൊച്ചിയിലെ നേത്രവിഭാഗം മേധാവിയാണ്. കണ്ണിനുള്ളിലെ നോർമൽ പ്രഷർ 20 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറിയാണ്. നമ്മൾ മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി ആണല്ലോ പ്രഷറിൻ്റെ ഒരു യൂണിറ്റ്. 20 മില്ലിമീറ്ററിൽ താഴെ ഒരു 14, 15, 16, 17, 18 ഈ ഒരു പ്രഷർ നമ്മളുടെ കണ്ണിന് വളരെ ആവശ്യകരമായിട്ടുള്ള ഒരു പ്രഷറാണ്. ഇതിൽ നിന്ന് ഒരുപാട് കൂടുകയാണെങ്കിൽ അതുകൊണ്ട് കണ്ണിനുള്ളിൽ വരുന്ന ഡാമേജാണ് ഗ്ലോക്കോമ എന്ന അസുഖത്തിൻ്റെ പ്രധാന കാരണം. 40 വയസ്സിന് മുകളിലാണ് സാധാരണയായി ഗ്ലോക്കോമ കണ്ടു തുടങ്ങുന്നത്. ഫാമിലി ഹിസ്റ്ററി ഇതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ സഹോദരങ്ങൾ, അല്ലെങ്കിൽ അമ്മാവൻ, അമ്മായി, ഇങ്ങനെയുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും ഗ്ലോക്കോമയുണ്ടെങ്കിൽ നമുക്ക് ഗ്ലോക്കോമ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുപോലെ ഹൈപ്പർ മെട്രോപ്പിയ അഥവാ നമ്മളുടെ കണ്ണിൻ്റെ പ്ലസ് പവർ വരുന്ന അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഗ്ലോക്കോമ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഗ്ലോക്കോമ ലോകത്ത് ഒരുപാട് കോമൺ ആണ്. ഏകദേശം 7 കോടി ജനങ്ങളെയാണ് ഗ്ലോക്കോമ ബാധിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ പെർമനൻറ്റ് ബ്ലൈൻഡ്നെസ്സിൻ്റെ ഒരു പ്രധാന കാരണമാണ് ഗ്ലോക്കോമ. ഏകദേശം 12% ആൾക്കാർ, പെർമനൻറ്റ് ബ്ലൈൻഡ്നെസ് ഉള്ളവർ, ഗ്ലോക്കോമ കൊണ്ട് അന്ധരായവരാണ്. അപ്പോൾ ഗ്ലോക്കോമ കൊണ്ടുള്ള അന്ധത നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ സാധിക്കില്ലേ? പലപ്പോഴും സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. പലപ്പോഴും നമ്മളുടെ ഗ്ലോക്കോമയുടെ ഇനീഷ്യൽ സ്റ്റേജുകളിൽ നമുക്ക് ഒരു ലക്ഷണവും ഉണ്ടാവുകയില്ല. അങ്ങനെ ലക്ഷണമില്ലാത്തത് കൊണ്ട് തന്നെ ആരും ഇങ്ങനൊരു പ്രോബ്ലം നമുക്കുണ്ട് എന്ന് ഒരിക്കലും തിരിച്ചറിയില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഡോക്ടർമാരുടെ അടുത്തെത്തുവാൻ ഈ രോഗി ഒരുപാട് വൈകും തോറും ഗ്ലോക്കോമയുടെ കണ്ടീഷൻ മൂർച്ഛിക്കുകയും അതുകൊണ്ടുള്ള ഡാമേജ് ഒരുപാട് കൂടുതലാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഗ്ലോക്കോമ കാഴ്ചയുടെ ഒരു നിശബ്ദ കൊലയാളിയാണ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായില്ലേ? ലക്ഷണങ്ങളില്ലാത്തതുകൊണ്ട് പലപ്പോഴും ഈ രോഗി ഡോക്ടറുടെ അടുത്തെത്തുന്നത് ഒരുപാട് താമസിച്ചായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഗ്ലോക്കോമ ഉണ്ടാകുന്നത്? കണ്ണിൻ്റെ പ്രഷർ എന്തുകൊണ്ടാണ് കൂടുന്നത്? പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ചില പ്രത്യേക ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന ചില കാര്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ കണ്ണിനുള്ളിൽ ഉണ്ടാകുന്ന ദ്രാവകം ഒരുപാട് കൂടും. എപ്പിഡമിക് ഡ്രോപ്സി എന്നിങ്ങനെയുള്ള ചില അസുഖങ്ങളിൽ പ്രഷർ കൂടുന്നത് അങ്ങനെയാണ്. പക്ഷേ ഒട്ടനവധി കേസുകളിലും നമ്മളുടെ കണ്ണിൻ്റെ ഉള്ളിലെ ദ്രാവകം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ നിന്ന് കണ്ണിൻ്റെ ഉള്ളിലൂടെ ഈ ദ്രാവകം ഒഴുകി അതിൻ്റെ ഒരു ഡ്രെയിനേജ് ഏരിയ, ആംഗിൾ എന്ന് പറയുന്ന ഒരു ഭാഗത്തെത്തും. അതായത് ഒരു കുളിമുറി നോക്കുകയാണെങ്കിൽ കുളിമുറിയിലേക്ക് വെള്ളം വരുന്നു, കുളിമുറിയിൽ വെള്ളം നിറയുന്നു, കുളിമുറിക്ക് ഒരു ഓവുചാലുണ്ട്, ആ ഓവുചാലിലൂടെ വെള്ളം പുറത്തോട്ട് പോകുന്നു. വെള്ളം കൂടുതലായി വന്നാൽ ഇതിലെ പ്രഷർ ഒരുപാട് കൂടും. അല്ലെങ്കിൽ ആ ഓവുചാൽ അടയുകയാണെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുകയും പ്രഷർ കൂടുകയും ചെയ്യും. ഇതേ സിമ്പിൾ ലോജിക്കാണ് ഗ്ലോക്കോമയുടെ പ്രോബ്ലവും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ചിലപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് ഫ്ലൂയിഡ്, അതായത് എക്വസ് എന്ന് പറയുന്ന ഫ്ലൂയിഡിൻ്റെ പ്രൊഡക്ഷൻ കൂടിയാൽ ഗ്ലോക്കോമ വരാം. അതിനേക്കാളും വളരെ സാധാരണമായി കാണുന്നത് പുറത്തേക്കുള്ള ഔട്ട്ഫ്ലോ, അതായത് ദ ഡ്രെയിനേജ് അല്ലെങ്കിൽ ആ ഓവുചാൽ അത് ബ്ലോക്ക് ആവുക. അതിനാണ് കണ്ണിൻ്റെ ആംഗിൾ എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പോൾ കണ്ണിൻ്റെ
ചുറ്റും 360 ഡിഗ്രിയിലും ഈ ആംഗിൾ ഉണ്ട്. ഒരു ഭാഗത്ത് കോർണിയയും അതായത് കൃഷ്ണമണിയും, മറ്റേ ഭാഗത്ത് ഐറിസ് നമ്മുടെ കണ്ണിൻ്റെ ബ്രൗൺ കളറിലുള്ള ടിഷ്യൂവും, അതിൻ്റെ ഇടയിലൂടെയാണ് ഈ ഫ്ലൂയിഡ് പുറത്തേക്ക് പോകുന്നത്. അതിനിടയിലൂടെ പോകുന്ന സ്ഥലത്ത് ട്രെബിക്കുലാർ മെഷ്വർക്ക് എന്ന് പറയുന്ന ഒരു ഡ്രെയിനേജ് ഏരിയ ഉണ്ട്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഈ കോർണിയയും ഐറിസും കൂടി ഒട്ടിച്ചേർന്ന് ഈ ആംഗിൾ ബ്ലോക്ക് ആവുക, അല്ലെങ്കിൽ ഇത് തുറന്നിരിക്കുകയായിരിക്കാം, പക്ഷേ ഇതിനുള്ളിലുള്ള ട്രെബിക്കുലാർ മെഷ്വർക്ക് ബ്ലോക്ക് ആയിട്ടിരിക്കുക. ഇത് രണ്ടുമാണ് ഗ്ലോക്കോമയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇനി നമുക്ക് എങ്ങനെ ഈ പ്രഷർ കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കുന്നു എന്ന് നോക്കാം. കണ്ണിൽ ലൈറ്റ് വന്ന് പതിച്ചതിന് ശേഷം അത് ഇലക്ട്രിക്കൽ ഇമ്പൾസസായി നമ്മളുടെ ഒപ്റ്റിക് നെർവിനുള്ളിലൂടെയാണ് ബ്രെയിനിലേക്ക് പോകുന്നത്. കണ്ണിൻ്റെ ഏറ്റവും പിന്നിലാണ് ഒപ്റ്റിക് നെർവ്, അത് ബ്രെയിനിലേക്ക് പോകുന്ന നെർവാണ്. ഈ പ്രഷർ കൂടുന്നത് ഒപ്റ്റിക് നെർവിനെ ഒരുപാട് സമ്മർദ്ദത്തിലാക്കും. ഒപ്റ്റിക് നെർവിൻ്റെ പോകുന്ന ഫൈബേഴ്സ് തന്നെ പതുക്കെ 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 ഡാമേജ്ഡ് ആവും. ഇങ്ങനെ ഡാമേജ് ആകുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് നമുക്ക് ചുറ്റുമുള്ള കാഴ്ച, അതായത് നമ്മളുടെ ഒരു ഫീൽഡ് ഓഫ് വിഷൻ എന്ന് പറയും, അത് പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങും. ഈ കുറഞ്ഞു തുടങ്ങുന്ന ഫീൽഡ് നമ്മൾ ഒരിക്കലും അറിയുന്നില്ല. നമ്മളുടെ ഫീൽഡ് ഓഫ് വിഷൻ കുറയുന്നത് കൊണ്ട് നമ്മൾക്കത് മനസ്സിലാവാത്തതാണ് ഗ്ലോക്കോമയ്ക്ക് ലക്ഷണമില്ലാത്തതിന് കാരണം. നമുക്ക് ചുറ്റുമുള്ള ഫീൽഡ് കുറയുമ്പോൾ അവിടെ മുഴുവൻ കറുപ്പായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ ഉടനെ മനസ്സിലാക്കിയേനെ. പക്ഷേ ഫീൽഡ് കുറയുന്നത് നമ്മൾ ഒരിക്കലും മനസ്സിലാവുന്നില്ല. ഏറ്റവും ഒടുവിൽ നമ്മളൊരു ഉള്ളിലൂടെ നോക്കുന്നത് പോലത്തെ അങ്ങനത്തെ ഒരു ഫീൽഡിൽ എത്തുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതായത് അപ്പുറത്തുള്ളൊരു കാര്യം കാണണമെങ്കിൽ ഞാൻ അങ്ങോട്ട് നോക്കുകയും ഇപ്പുറത്തുള്ളൊരു കാര്യം കാണാൻ ഇങ്ങോട്ട് നോക്കുകയും ചെയ്യേണ്ടി വരുമെന്നുള്ളൊരു സ്റ്റേജ് വരുമ്പോൾ നടന്നു പോകുന്ന ഒരാൾ അപ്പുറത്തും ഇപ്പുറത്തും ചിലപ്പോൾ അവിടെയും ഇവിടെയും തട്ടി വീഴാൻ തുടങ്ങും. ആ ഒരു സന്ദർഭത്തിലാണ് പലപ്പോഴും ഗ്ലോക്കോമയുടെ ഫീൽഡ് ഡിഫക്റ്റ് ഒരു പരിധിയിൽ കൂടുതൽ കൂടുകയും നമുക്കൊരു പ്രോബ്ലമായി അനുഭവപ്പെടുകയും അതുകൊണ്ട് ഡോക്ടറെ അടുത്ത് വരികയും ചെയ്യുന്നത്. സാധാരണഗതിക്ക് ഗ്ലോക്കോമ നമുക്ക് ഒരു 40 വയസ്സിൽ കണ്ടുപിടിച്ച് നമ്മളതിൻ്റെ ചികിത്സ തുടങ്ങി പ്രഷർ മാക്സിമം കുറച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാഴ്ച പോകാതെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. അഡ്വാൻസ്ഡ് ഗ്ലോക്കോമ ഉള്ള പേഷ്യൻസിന് നമുക്ക് തുള്ളിമരുന്നുകൾ മാത്രം മതിയാവുകയില്ല. പ്രോബബ്ലി ട്രെബിക്കുലെക്ടമി അല്ലെങ്കിൽ ഷണ്ട് എന്നിങ്ങനെയുള്ള ഓപ്പറേഷനുകൾ ചെയ്ത് കണ്ണിൻ്റെ പ്രഷർ കുറയ്ക്കുവാനായി സാധിക്കും. അങ്ങനെ കണ്ണിൻ്റെ പ്രഷർ മാക്സിമം കുറച്ചു വയ്ക്കുകയാണെങ്കിൽ ഗ്ലോക്കോമ മൂലമുള്ള അന്ധത നമുക്ക് ഒരു പരിധിവരെ തടയാൻ സാധിക്കും.